ഈ യോഗത്തിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള ഡിവൈഎഫ്ഐയുടെയും പൊതുപ്രസ്ഥാനത്തിൻ്റെയും നേതാക്കൾ, ഈ സമരസംഗമം പരിപാടിയിൽ എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാരെ, മാധ്യമ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സമകാലീന ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മുദ്രാവാക്യങ്ങൾ ആവിഷ്കരിക്കുകയും അതിന് പിന്നിൽ യുവജനങ്ങളെ ആകെ അണിനിരത്തുകയും ചെയ്യുക എന്ന ദൗത്യമാണ് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മുടെ രാജ്യം സ്വതന്ത്രമായിട്ട് 78 വർഷം പൂർത്തിയാവുകയാണ്. 78 വർഷം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാലയളവല്ല. 78 വർഷത്തെ സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന നമ്മുടെ ഇന്ത്യ അതിൻ്റെ ആഘോഷ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ ഈ പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ നന്മകളും ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും അനുഭവിക്കാൻ വേണ്ടി കഴിയുന്നുണ്ടോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഉയർത്തുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ ഈ നന്മകളെല്ലാം ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകൾക്കും അവകാശപ്പെട്ടതാണ്. പക്ഷേ ഈ നന്മകളും നേട്ടങ്ങളും ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ള ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിങ്ങളുടെ ഈ പത്തനംതിട്ട കേരളത്തിനും ഈ രാജ്യത്തിനും സമ്മാനിച്ച പ്രശസ്തനായ കവിയാണ് കടമ്മനിട്ട. കടമ്മനിട്ട പണ്ട് ഇന്ത്യൻ അവസ്ഥയെക്കുറിച്ച് പാടിയത് എച്ചീലിലകളിൽ പറ്റിപ്പിടിച്ചാർക്കും ഈച്ച പോലെത്ര കുഞ്ഞുങ്ങൾ, കൊച്ചുകൈ നീളുന്നു പൂവിറുക്കാനല്ല വറ്റും മുലഞ്ഞിട്ട് തേടിയെന്നാണ്. ഇന്ത്യയുടെ ഒരു പൊതുചിത്രം അങ്ങനെയാണ്. എച്ചീലിലകളിൽ പറ്റിപ്പിടിച്ചാർക്കും ഈച്ച പോലെത്ര കുഞ്ഞുങ്ങൾ. കേരളത്തിൽ നിന്ന് നമ്മൾ സവിശേഷമായ ഒരുപാട് നേട്ടങ്ങളുടെ നിറകയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ചുറ്റും നോക്കിയിട്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് ധൈര്യത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയും. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. കേരളത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു തലമാണ് ഇന്ത്യ ആകെ നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പൊ എന്തുകൊണ്ട് എൻ്റെ രാജ്യത്തിലെ സഹോദരീ സഹോദരന്മാർക്ക് തൊഴിൽ കിട്ടുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ രാജ്യത്തിലെ പൗരന്മാർക്ക് പാർപ്പിടം നിഷേധിക്കപ്പെടുന്നു? എന്തുകൊണ്ട് എൻ്റെ രാജ്യത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും 3 നേരം ഭക്ഷണം നിഷേധിക്കപ്പെടുന്നു? ഇങ്ങനെയുള്ള നൂറുകണക്കിന് ചോദ്യങ്ങളാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ പൊൻപുലരിയിലും നമുക്ക് ഈ രാജ്യത്ത് ഉയർത്താനുള്ളത്. വെറും ചോദ്യങ്ങൾ മാത്രം ചോദിച്ച് അവിടെ അവസാനിപ്പിക്കുകയല്ല. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെയുള്ള ഉത്തരങ്ങൾ ഉണ്ടായി എന്ന വിശകലനവും നമുക്ക് നടത്തേണ്ടതുണ്ട്. വിഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല നമ്മുടെ രാജ്യത്ത്. നമ്മൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത്തരം രാജ്യങ്ങളിൽ വിഭവങ്ങളുടെ പരിമിതിയുണ്ട്. പക്ഷെ ഇന്ത്യയിൽ എല്ലാവർക്കും തുല്യതയോടെ ജീവിക്കാൻ സാധ്യമാവുന്ന വിഭവങ്ങളുണ്ട്. പക്ഷെ ആ വിഭവങ്ങൾ, ആ സമ്പത്ത് എങ്ങനെ രാജ്യത്തിലെ എല്ലാവർക്കും വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നതാണ് ഗൗരവമായ പ്രശ്നം. അപ്പോ ആ വിഭവങ്ങൾ തുല്യതയോടെ വീതം വെക്കൽ, ആ വിഭവങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ട നിലയിലേക്ക് വീതിച്ചു കൊടുക്കൽ, ആ വിഭവങ്ങൾ കൊള്ളയടിക്കുന്നത് തടയൽ,
അത് കേന്ദ്രീകരിച്ച് കുറച്ചാളുകളുടെ കൈകളിലേക്ക് മാറുന്നത് തടയൽ, അത് ഫലപ്രദമായി നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യവും അവിടെ ഉയരുകയാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള യാഥാർത്ഥ്യം. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ എല്ലാവർക്കും തുല്യമായി ഈ രാജ്യത്ത് ജീവിക്കാൻ സാധ്യമാവുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സ്വാതന്ത്ര്യത്തിന്റെ 78 വർഷങ്ങൾ ആഘോഷിക്കുന്ന സന്ദർഭത്തിലും നമുക്ക് വീണ്ടും സമരം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സമരമാണ് ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുന്നത്. ആ സമരം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഡിവൈഎഫ്ഐക്കുണ്ട്. 1980 ഡിവൈഎഫ്ഐ രൂപീകരിക്കുന്നത് പഞ്ചാബിൽ ലുധിയാനയിൽ വെച്ചാണ്. പഞ്ചാബിലെ ലുധിയാനയിൽ വെച്ച് ഡിവൈഎഫ്ഐ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത സഖാക്കൾക്കെല്ലാം ആവേശമുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രസംഗം ആ സമ്മേളന വേദിയിൽ നടന്നിരുന്നു. ആ പ്രസംഗം നടത്തിയ ആളിന്റെ പേര് കിഷോരിലാൽ എന്നാണ്. ആരാണ് കിഷോരിലാൽ? കിഷോരിലാൽ സഖാവ് ഭഗത് സിംഗിന്റെ സഹപ്രവർത്തകനായിരുന്നു. ഭഗത് സിംഗ് പ്രതിയാക്കപ്പെട്ട, ഭഗത് സിംഗിനെ തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട ലാഹോർ ഗൂഢാലോചന കേസിൽ സഹപ്രതിയായിരുന്നു കിഷോരിലാൽ. പക്ഷെ കിഷോരിലാൽ എന്ന് പറയുന്ന ഭഗത് സിംഗിന്റെ സഹപ്രവർത്തകൻ തൂക്കുമരത്തിൽ നിന്നും കട്ടിച്ച് രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെട്ടു? കിഷോരിലാലിന് പ്രായപൂർത്തിയായിരുന്നില്ല. പ്രായപൂർത്തിയാവാത്തതിന്റെ പേരിൽ കിഷോരിലാൽ ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്ന സന്ദർഭത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടം വിട്ടയച്ചു. ആ കിഷോരിലാൽ പിന്നീട് 1980 ഡിവൈഎഫ്ഐയുടെ രൂപീകരണ സമ്മേളനത്തിൽ വന്നിട്ട് നടത്തിയ ഉജ്ജ്വലമായ പ്രസംഗമുണ്ടായിരുന്നു. കിഷോരിലാൽ അന്ന് പറഞ്ഞത്, ഭഗത് സിംഗ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഭഗത് സിംഗ് ഈ വേദിയിൽ ഉണ്ടാവുമായിരുന്നു എന്നാണ്. ഏത് വേദിയിൽ? ഡിവൈഎഫ്ഐ രൂപീകരണ വേദിയിൽ. കാരണം ഭഗത് സിംഗിന്റെ സ്വപ്നമായിരുന്നു ഇന്ത്യയിലെമ്പാടുമുള്ള വിവിധങ്ങളായ പ്രദേശങ്ങളിലെ യുവജനങ്ങളെയാകെ സംഘടിപ്പിച്ചുകൊണ്ട് സാമ്രാജ്യത്വ വിരുദ്ധമായ ഒരു ആശയത്തെ മുൻനിർത്തി കൂടുതൽ മെച്ചപ്പെട്ട ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നയിക്കാൻ ലക്ഷണമൊത്ത ഒരു യുവജന സംഘടന രൂപീകരിക്കണം എന്നുള്ളത്. ഇന്നിതാ സാമ്രാജ്യത്വ വിരുദ്ധമായ ആശയത്തെ മുൻനിർത്തി ലക്ഷണമൊത്ത ഒരു യുവജന പ്രസ്ഥാനം ഇതാ പഞ്ചാബിലെ ലുധിയാനയിൽ വെച്ച് രൂപം കൊള്ളുന്നു. ഭഗത് സിംഗ് ഇല്ലെങ്കിലും ഭഗത് സിംഗിന്റെ ഓർമ്മകളെ സാക്ഷി നിർത്തി എനിക്കിതെല്ലാം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി കഴിയുന്നു എന്നത് അഭിമാനകരമായ ഒന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ, കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഇന്ത്യക്ക് വേണ്ടി ഈ രാജ്യത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും സമത്വത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം നിങ്ങൾ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. നിങ്ങൾക്കതിന് കഴിയും എന്നാണ് സഖാവ് കിഷോരിലാൽ 1980 ഡിവൈഎഫ്ഐയുടെ രൂപീകരണ സമ്മേളനത്തിൽ വന്ന് പ്രസംഗിച്ചത്. ആ പ്രസംഗമിതാ, ആ ആശയമിതാ ഡിവൈഎഫ്ഐ ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തുടനീളം ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇന്ന് ഈ സ്വാതന്ത്ര്യത്തിന്റെ 78 വർഷങ്ങൾ ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം ഞങ്ങൾക്ക് വേണം തൊഴിൽ എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വേണം മതനിരപേക്ഷ ഇന്ത്യ എന്നുള്ളതാണ്. എവിടെ പോയി ഈ രാജ്യത്തെ തൊഴിലെല്ലാം? രാജ്യത്തിന്റെ ഭരണകൂടത്തിന്, ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്വമില്ലേ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ? ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് നിങ്ങളുടെ എല്ലാം വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ചുള്ള തൊഴിൽ ഉണ്ട് എന്ന ചോദ്യത്തിന് പലർക്കും ഇല്ല എന്നാണ് നമുക്കറിയാം. രാജ്യം സ്വതന്ത്രമായതിനു ശേഷം ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മയാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റും. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, രാജ്യത്തെ ബിടെക് പഠിച്ച വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ട തൊഴിലേക്കല്ല അവർ നയിക്കപ്പെടുന്നത്. അവർ നയിക്കപ്പെടുന്നത് 7500, 10,000 രൂപയ്ക്ക് മറ്റു പല വിധത്തിലുള്ള ജോലികളിലേക്കും അവർക്ക് പോവേണ്ടി വരുന്നു. നരേന്ദ്രമോദി ഗവൺമെന്റ് 2014 അധികാരത്തിൽ വരുന്നത്. അന്ന് BJP മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ അവർ പറഞ്ഞത്, ചെറുപ്പക്കാരെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾക്കെല്ലാം തൊഴിൽ തരാം എന്നാ പറഞ്ഞത്. ആ തൊഴിൽ വാഗ്ദാനത്തിൽ വീണുപോയി ഇന്ത്യയിലെ ഒരുപാട് ചെറുപ്പക്കാർ. എനിക്ക് ഏറ്റവും പരിചിതമായ ഒരു കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരനോട് 2014 തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ ചോദിച്ചു, ആർക്കാണ് വോട്ട് ചെയ്തത്?
ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇത്തവണ സുരേന്ദ്രനാണ് വോട്ട് ചെയ്തത്. സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അന്ന് കാസർഗോഡ് മണ്ഡലത്തിൽ ലോകസഭയിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല, എനിക്ക് അത്ഭുതമായി. അപ്പൊ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ചേട്ടാ ഈ നാട്ടിൽ നമുക്കെല്ലാം തൊഴിൽ കിട്ടണമെങ്കിൽ BJP വരണം. നോക്കുമ്പോ അവൻ പഠിച്ചത്, അവൻ പിന്നെ എന്നോട് പറയുകയാണ്, എന്റെ ക്ലാസ്സിലെ കുട്ടികൾ എന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞങ്ങളെല്ലാം ഈ തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ്. അപ്പൊ എന്താണ്, രാജ്യത്തെ ചെറുപ്പക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വലിയ വാഗ്ദാനങ്ങളുടെ പെരുമഴയായിരുന്നു 2014. അവൻ പഠിച്ചത് എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MSc കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. MSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരും ബിടെക് കഴിഞ്ഞവരും MTech കഴിഞ്ഞവരും പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സ് എല്ലാം കഴിഞ്ഞ ഒരുപാട് വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ നരേന്ദ്രമോദിയുടെ വാഗ്ദാനത്തിൽ വീണ്ടുപോയവരായിരുന്നു. അവർ പറഞ്ഞു, ഇന്ത്യ മേക്ക് ഇന്ത്യ, അല്ലേ? എന്തൊക്കെയാ വാഗ്ദാനം? ഒരു വർഷം 2 കോടി, 5 വർഷം കൊണ്ട് 5 ഗുണിക്കണം 2 കോടി, 10 കോടി. 10 കോടി, വീണ്ടും ഒരു 5 വർഷം, വീണ്ടും 10 കോടി, 20 കോടി. മൂന്നാമതും അധികാരത്തിൽ വന്നിരിക്കുന്നു, വീണ്ടും കോടി കൂടേണ്ടതാ. എന്താണ് യാഥാർത്ഥ്യം? യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തൊഴിലില്ലായ്മ. നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന തൊഴിലുകൾ പൂർണ്ണമായും ഇല്ലാതാവുന്നു. നിങ്ങൾക്കെല്ലാം ഏറ്റവും പരിചിതമായ ഒരു സ്ഥാപനമായിരുന്നു BSNL എന്ന് പറയുന്ന ടെലികോം മേഖലയിലെ സ്ഥാപനം, അല്ലേ? ഇപ്പൊ ആരെങ്കിലും BSNL കണക്ഷൻ ഉണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ അഡീഷണൽ ആയിട്ട് ഒരു എയർടെല്ലോ, ഒരു ജിയോ, ഒരു ഐഡിയ, വോഡോഫോൺ ഏതെങ്കിലും ഒന്ന് അഡീഷണൽ ആയിട്ട് കരുതും. കാരണം ഇതിന് എപ്പോഴാണ് റേഞ്ച് പോവുക എന്ന് പറയാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, BSNL എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ലാൻഡ് ഫോൺ കണക്ഷൻ മാത്രമുള്ള കാലത്ത് 3,30,000-ൽ കൂടുതൽ തൊഴിലുണ്ടായിരുന്നു. ലാൻഡ് ഫോൺ കണക്ഷൻ മാത്രമുള്ള കാലത്ത് 3,30,000-ൽ പരം തൊഴിൽ. ഇന്നിപ്പോ കോടാനുകോടി മനുഷ്യരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. കോടാനുകോടി മനുഷ്യരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ള കാലത്ത് 3,30,000-ൽ നിന്ന് ഒരു 35 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയുന്ന രൂപത്തിൽ ഈ മഹാപ്രസ്ഥാനം വളർന്നു വലുതാവേണ്ടതാണ്. വളർന്നില്ല എന്ന് മാത്രമല്ല, ആ സ്ഥാപനത്തിൽ ഇപ്പോ ഏതാണ്ട് 60,000-ൽ താഴെ ഉദ്യോഗാർത്ഥികൾ മാത്രമേ ഉള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ രാജ്യത്തിന്റെ ഖജനാവിന് നഷ്ടമുണ്ടായി എന്ന് മാത്രമല്ല, നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു പൊതുമേഖലാ സ്ഥാപനം നമ്മുടെ മുമ്പിൽ നിന്ന് ഇതാ ഇല്ലാതാവുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ കോന്നിയിലും ഈ മലയാളപ്പുഴയിലുമെല്ലാം അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ലഭിക്കേണ്ട തൊഴിൽ പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ആ സ്ഥാപനം അടച്ചു പൂട്ടലിന്റെ വക്കിലേക്ക് പോകുന്നു. ഇതൊരു BSNL മാത്രം കഥയല്ല. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം, ആ വിമാനത്താവളം ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ 6 വിമാനത്താവളങ്ങൾ അദാനി ഗ്രൂപ്പിനും മറ്റു വലിയ കമ്പനികൾ കൊടുത്തു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നേരത്തെ ഉണ്ടാവുന്ന ഓരോ ഒഴിവും ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് പൊതുപ്രവേശന പരീക്ഷയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിൽ പങ്കുവയ്ക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. മെറിറ്റും സാമൂഹ്യനീതിയും എല്ലാം അനുസരിച്ച് അവിടെ നിയമനം നടക്കുമായിരുന്നു. ഇപ്പോ ആ സ്ഥാപനത്തിൽ നിയമനം നടക്കില്ല. അദാനി പറയുന്ന പണത്തിന് അവിടെ പണിയെടുത്തുകൊള്ളണം. അദാനി പറയുന്ന സമയം അവിടെ പണിയെടുത്തുകൊള്ളണം. അവിടെ പാളയെടുക്കും അദാനിയുടെ കരാർ അടിമയായിട്ട് മാത്രമേ എടുക്കൂ. കരാർ അടിമ. ജീവനക്കാരൻ, തൊഴിലാളി എന്ന പദമെല്ലാം മാറുകയാണ്. ഇത് BSNL-ലാണെങ്കിൽ, തിരുവനന്തപുരം വിമാനത്താവളത്തിലാണെങ്കിൽ, എയർ ഇന്ത്യയിലാണെങ്കിൽ, LIC-യിലാണെങ്കിൽ, HLL-ലാണെങ്കിൽ, BPCL-ലാണെങ്കിൽ എന്ന് വേണ്ട ബാങ്കിങ് സെക്ടർ ഉൾപ്പെടെയുള്ള ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്ത എല്ലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരണത്തിലേക്കും അതുവഴി കരാർവൽക്കരണത്തിലേക്കും അതുവഴി തൊഴിൽ കൊടുക്കാത്ത നിലയിലേക്ക് പോവുകയാണ്. ഇന്ത്യൻ റെയിൽവേ ആ വഴിയിൽ കൂടി പോയി. ഇന്ത്യൻ റെയിൽവേയിൽ കഴിഞ്ഞ 5-6 വർഷമായിട്ട് നിയമനങ്ങളെ നടക്കുന്നില്ല. ഗ്രൂപ്പ് D തസ്തികയിൽ നിയമനം നടത്തിയിട്ട് വർഷങ്ങളായി പേരിന് മാത്രം കുറച്ച് നിയമനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം പത്രവാർത്ത
നമ്മളെ എല്ലാം അത്ഭുതപ്പെടുന്ന ഒരു വാർത്ത വന്നു. ഇന്ത്യയിലാകെ 10 ലക്ഷത്തിൽ കൂടുതൽ അധ്യാപക തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു എന്നുള്ളതാണ്. 10 ലക്ഷം അധ്യാപകർ ഈ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ നിയമനം നടക്കുന്നില്ല. സൈനിക മേഖലയിൽ നേരത്തെ ഒരാൾ അങ്ങോട്ട് പോയാൽ ഏറ്റവും ചുരുങ്ങിയത് പട്ടാളത്തിൽ ചേർന്നാൽ ഒരു 15 വർഷം അവിടെ തൊഴിലെടുക്കാം, അല്ലേ? ഇന്നിപ്പോ പട്ടാളത്തിൽ ചേരുന്ന ഒരാൾക്ക് കൂടിപ്പോയാൽ 5 വർഷമാണ്. അഗ്നിപഥാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുത്തിരുന്ന സൈനിക മേഖല ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയും പൂർണ്ണമായും സ്വകാര്യവൽക്കരണത്തിലേക്കും അതുവഴി കരാർവൽക്കരണത്തിലേക്കും മാറി എന്നുള്ളതാണ് വർത്തമാന ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കേരളത്തിലെ, ഇന്ത്യയിലെ ഏതെങ്കിലും വാർത്താ മാധ്യമങ്ങൾ തയ്യാറായോ? ഒരു മാധ്യമവും തയ്യാറാവില്ല. ഏതെങ്കിലും 8 മണിക്ക് നടക്കുന്ന ചർച്ചയിൽ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാവുന്നു, എന്തുകൊണ്ട് തൊഴിലവസരം ഇല്ലാതാവുന്നു എന്ന് സംബന്ധിച്ച് ചർച്ചയുണ്ടോ? യൂത്ത് കോൺഗ്രസിനോ മറ്റേതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾക്കോ യുവമോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകൾക്കോ BJPക്കോ ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടനക്കോ ആർക്കെങ്കിലും ഈ കാര്യത്തിൽ ആക്ഷേപമുണ്ടോ? ഒരാളും അതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. ഇന്ത്യയിൽ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തി സമരം നയിക്കാനും ക്യാമ്പയിനുകൾ ശക്തിപ്പെടുത്താനും ലോകത്തോട് ഇത് വിളിച്ചു പറയാനും DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ മാത്രമേ ഉള്ളൂ എന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തുന്ന സന്ദർഭത്തിൽ ചെറുപ്പക്കാരോട് പറയുന്നത്, നിങ്ങളിപ്പോ തൊഴിലിനെ കുറിച്ച് പറയണ്ട, നിങ്ങളിപ്പോ എന്തിനെ കുറിച്ച് പറയണം? നിങ്ങളിപ്പോ ആലോചിക്കേണ്ടത് പശുവിനെ കുറിച്ചാണ്, ബീഫിനെ കുറിച്ചാണ്. ഇവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പശുവിനെ കൊല്ലുന്നതിനെ കുറിച്ച്, അതിനെ കടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കൂ എന്നാ പറയുന്നത്. ക്ഷേത്രത്തെ കുറിച്ച് ആലോചിക്കൂ. അയോധ്യയിൽ പള്ളി പൊളിച്ച് ക്ഷേത്രം പണിതിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ചുകൂടി പള്ളികൾ പൊളിക്കാനുണ്ട്, അതിനെക്കുറിച്ച് ആലോചിക്കൂ. ഇങ്ങനെ ആളുകളെ അവരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് വിശ്വാസപരമായ കാര്യങ്ങളിൽ വർഗീയ ഉള്ളടക്കമുള്ള ചില പ്രചരണങ്ങൾ സംഘടിപ്പിച്ച് യാഥാർത്ഥ്യങ്ങളിലേക്ക് നടന്നു വരുന്ന ജനതയെ വഴിതിരിച്ചു വിടുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇന്ത്യയിൽ കുറെ വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി, ഈ രാജ്യത്തെ വിഘടിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം പരിശ്രമങ്ങൾ അവർ നടത്തിയെന്ന് നമുക്കറിയാം. ആ പരിശ്രമങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് കാണുന്ന മഹത്തായ ഇന്ത്യ എന്ന സങ്കല്പം ഈ രാജ്യത്തിന്, ദേശീയ പ്രസ്ഥാനത്തിന് സമരതരായ നേതൃത്വം ശക്തമായ സമരത്തിൽ കൂടി, പ്രക്ഷോഭത്തിൽ കൂടി രൂപപ്പെടുത്തിയത്. ഇന്നിപ്പോ ഈ ഇന്ത്യ എന്ന ദേശീയതാ സങ്കല്പത്തെ ഒരു മതദേശീയതയാക്കി ചിത്രീകരിക്കാൻ വേണ്ടി RSS പരിശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ എണ്ണമറ്റ പോരാട്ടങ്ങൾ, രക്തസാക്ഷിത്വങ്ങൾ, മരിക്കുമെന്നറിഞ്ഞിട്ടും ആ മരണത്തിനപ്പുറമാണ് വിജയമെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടത്തിന്റെ പോർമുഖത്ത് പൊരുതി മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള എണ്ണമറ്റ പോരാട്ടങ്ങളുടെ ചോരകനീത അധ്യായങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ പോരാട്ടത്തിന്റെ പോർമുഖത്ത് ഏതെങ്കിലും പേരിന് ഒരു RSSകാരന്റെ പേര് പറയാൻ വേണ്ടി കഴിയുമോ? ഇന്നിപ്പോ രാജ്യം ഭരിക്കുന്ന RSSന്റെ ഭരണാധികാരികൾ പറയുന്നു ഈ രാജ്യം ഹിന്ദുക്കളുടേതാണ് എന്ന്. ഈ രാജ്യം ഹിന്ദുക്കളുടേത് മാത്രമാണ് എന്നാണ് RSSന്റെ ഭരണാധികാരികൾ പറയുന്നത്. ഈ രാജ്യമായി മാറാൻ രാജ്യത്തുടനീളം നടന്നിട്ടുള്ള എണ്ണമറ്റ പോരാട്ടങ്ങളിൽ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ മാത്രം നടത്തിയിട്ടുള്ള സമരത്തിന്റെ, പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണോ ഇന്ന് കാണുന്ന ഇന്ത്യ രൂപപ്പെട്ടത് എന്ന ചോദ്യം ഈ രാജ്യത്തെ മതനിരപേക്ഷവാദികൾ ഉയർത്തേണ്ട സന്ദർഭമാണ്. ഇവർ ആവേശത്തോടു കൂടി പറയുന്ന ഒരു പേര് സവർക്കർ, വീര സവർക്കർ എന്നൊക്കെയാണ് വ്യാഖ്യാനിക്കുക. വീര സവർക്കർ അല്ല, ഭീരു സവർക്കറാണ്. വീര സവർക്കർ അല്ല, ഭീരു സവർക്കർ. ബ്രിട്ടീഷുകാർ എന്നെ വിട്ടയക്കുകയാണെങ്കിൽ എന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള, ഞാൻ പ്രതിദാനം ചെയ്യുന്ന ആശയത്തിന്റെ ഭാഗമായി അണിനിരന്നിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളെ
ബ്രിട്ടീഷ് രാജ്ഞിക്ക് അനുകൂലമായി ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് മാപ്പെഴുതി കൊടുത്തിട്ടുള്ള ഭീരു, ആ ഭീരുവിനെ ഇന്ന് ഗാന്ധിക്ക് പകരം വെക്കുകയാണ്. ആ ഭീരുവിനെ ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ സെൻട്രൽ ഹാളിൽ ചുവരിൽ ഫോട്ടോ പതിക്കുകയാണ്. ഭീരുവിന്റെ ഫോട്ടോ. നെഹ്റുവിനെ മാറ്റിയിട്ട് ആ വീര സവർക്കർ എന്ന് അവർ വിശേഷിപ്പിക്കപ്പെടുന്ന ഭീരു സവർക്കറെ പലതരത്തിലും അവർ ആഘോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? പൊരുതി നേടിയ ഈ സ്വാതന്ത്ര്യത്തിന്റെ നന്മകൾ അട്ടിമറിക്കുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ വേണ്ടി കഴിയില്ല. ഈ നാടിന്റെ സ്വാതന്ത്ര്യം അത് എണ്ണമറ്റ പോരാട്ടങ്ങളുടെ ഉൽപ്പന്നമാണ്. ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന ദേശീയതാ സങ്കല്പം ബ്രിട്ടീഷ് വിരുദ്ധമായ, സാമ്രാജ്യത്വ വിരുദ്ധമായ ഒരു ആശയത്തെ മുൻനിർത്തി നടന്ന പോരാട്ടത്തിന്റെ ഉൽപ്പന്നമാണ്. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആകെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം മുതൽ തന്നെ ഇന്ത്യയിലെ നാനാവിഭാഗം ആളുകളും ഒരുമിച്ച് ചേർന്നിട്ട് സമരവും നടന്നിട്ടില്ല. ഏതാണ്ട് 1910 ശേഷം 15ഓടുകൂടി ഗാന്ധിയുടെ കടന്നുവരവ് ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുണ്ടായി. 15 ശേഷം പിന്നെയും ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം 1917 റഷ്യൻ വിപ്ലവമായിരുന്നു. 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണമായിരുന്നു. 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന് ശേഷം 1917 റഷ്യൻ വിപ്ലവത്തിന് ശേഷം ഇന്ത്യ ഉൾപ്പെടെയുള്ള കോളനി രാജ്യങ്ങളിൽ സാധാരണ ജനങ്ങൾ അവരവരോട് തന്നെ ചോദിച്ചു, എന്തിനാണ് ഈ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഈ കൊളോണിയൽ യുഗവും പേറിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത്? തൊഴിലാളികൾ ചോദിച്ചു, എന്തുകൊണ്ട് ഞങ്ങൾക്ക് സംഘടിച്ചുകൂടാ? വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ സംഘടിക്കാൻ തുടങ്ങി, കർഷകർ സംഘടിക്കാൻ തുടങ്ങി, കർഷക തൊഴിലാളികൾ സംഘടിക്കാൻ തുടങ്ങി, പല വിധത്തിലുള്ള സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ശക്തിപ്പെടാൻ തുടങ്ങി. അങ്ങനെ വിവിധ വഴികളിൽ കൂടി, പ്രത്യേകിച്ച് മൂന്നാം ലോക രാജ്യങ്ങളിൽ, കോളനി രാജ്യങ്ങളിൽ, അടിച്ചമർത്തപ്പെട്ട ഇടങ്ങളിലെല്ലാം പോരാട്ടത്തിന്റെ പുതിയ അധ്യായങ്ങൾ ഉയർന്നു വന്നു. അങ്ങനെ ദേശീയ പ്രസ്ഥാനം ഇന്ത്യയിൽ 15 ശേഷം കൂടുതൽ കരുത്താർജിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത എം.എൻ. റോയിയെ പോലെയുള്ള, അബനി മുഖർജിയെ പോലെയുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ നയിച്ച വിപ്ലവകാരികൾ 1921 അഹമ്മദാബാദ് നടന്ന AICCയുടെ സമ്മേളനത്തിൽ ഇന്ത്യക്ക് വേണ്ടത് പൂർണ്ണ സ്വരാജാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം, പൂർണ്ണ സ്വരാജ് എന്ന ആശയം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യം മുഴക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടു കൂടി പറയും, അത് കോൺഗ്രസ് അല്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ നേതൃത്വമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെല്ലാം നടന്നിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് ഇന്ന് കാണുന്ന ഇന്ത്യ. ആ പോരാട്ടത്തിൽ ഒരിടത്തും സംഘപരിവാരമോ ഹിന്ദു മഹാസഭയോ ഉണ്ടായിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എത്രയെത്ര ചരിത്ര പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകത്തിന്റെ ഏതെങ്കിലും ഒരു പേജിൽ ഏതെങ്കിലും ഒരു വരി പോലും ഇവരുടെ പേരെഴുതി വെക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറയത്തക്ക ചരിത്രമില്ലാത്ത RSS അന്നേ സ്വാതന്ത്ര്യ ദിനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെതിരായിരുന്നു, ആഘോഷങ്ങൾക്കെതിരായിരുന്നു. 1947 ആഗസ്റ്റ് 14 ഓർഗനൈസർ എന്ന് പറയുന്ന പത്രത്തിൽ, RSSന്റെ മുഖപത്രത്തിൽ അവർ എഴുതി, എന്താ അവരെഴുതിയത്? വിധിയുടെ വിളയാട്ടം മൂലം അധികാരത്തിൽ എത്തിയവർ നാളെ നമ്മളോട് ത്രിവർണ്ണ പതാക ഉയർത്താൻ ആവശ്യപ്പെടും. എന്നാൽ ഹിന്ദുത്വവാദികൾക്ക് ഇതിനോട്, ഈ ത്രിവർണ്ണ പതാകയോട് യോജിക്കാൻ കഴിയില്ല. സ്ത്രീ എന്ന വാക്ക് തന്നെ ഹീനമാണ്, മൂവർണ്ണ പതാക രാജ്യത്തിന് ഹാനികരമാണ് എന്നാണ് ഇന്ത്യയുടെ ദേശീയ പതാകയെ കുറിച്ച് RSSന്റെ മുഖപത്രത്തിൽ ആ കാലത്ത് 1947 ആഗസ്റ്റ് 14 പ്രസിദ്ധീകരിച്ച ഓർഗനൈസറിൽ ലേഖനം എഴുതിക്കൊണ്ട് അതിന്റെ താത്വിക ആചാര്യന്മാർ പ്രഖ്യാപിച്ചത്. പതാകക്ക് അവർ എതിരായിരുന്നു. 47 ആഗസ്റ്റ് 15 കരിദിനം ആയി ആചരിക്കണം എന്ന് 1947 ആഗസ്റ്റ് 10 ബോംബെയിൽ ഹിന്ദു മഹാസഭയുടെ യോഗം ചേരുകയുണ്ടായി. ആ യോഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ആ യോഗത്തിന് ആരാ നേതൃത്വം കൊടുത്തത്? യോഗത്തിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ ഈ പറയുന്ന സവർക്കറാണ്. സവർക്കറുടെ നേതൃത്വത്തിൽ ഹിന്ദു മഹാസഭ യോഗം ചേർന്നിട്ട് ആഗസ്റ്റ് 15 കരിദിനമായി ആചരിക്കണം എന്ന് പ്രഖ്യാപിച്ചു എന്ന് ബോംബെ ക്രോണിക് എന്ന് പറയുന്ന പത്രം വളരെ കൃത്യമായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചരിത്രത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്.
അപ്പൊ ആഗസ്റ്റ് 15 ആഘോഷ പരിപാടികളുടെ തിളക്കം കുറയ്ക്കണം എന്നതുകൊണ്ട് ആഗസ്റ്റ് 15 ഇത്തവണ അത്ര പ്രാധാന്യത്തിൽ ആഘോഷിക്കേണ്ടതില്ല എന്ന് കേരളത്തിലെ സർവകലാശാലകളിലേക്ക് ഒരു ഓർഡർ ഇട്ടുകൊണ്ട് കേരളത്തിന്റെ ഗവർണർ അർലേക്കർ തീരുമാനിക്കുകയുണ്ടായി. കേരളത്തിലെ വിദ്യാർത്ഥികൾ ആ ഓർഡറിന്റെ കോപ്പിയെല്ലാം എടുത്ത് കത്തിച്ചു കളഞ്ഞു. പക്ഷെ അവരുടെ ഉദ്ദേശം വ്യക്തമാണ്. 47 കാലഘട്ടത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന വിവിധ സമരങ്ങളൊന്നും പങ്കെടുക്കാതെ ആ സമരത്തിൽ പങ്കെടുക്കുന്ന ചെറുപ്പക്കാരോട് അവർ പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുത്തരുത് എന്നാണ്. പകരം ഈ രാജ്യത്തിലെ ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരെ, രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ള മുസ്ലിങ്ങൾക്കെതിരെ, രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് നേരെ നിങ്ങളുടെ ഊർജം ചെലവഴിച്ച് സമരം നടത്തണം. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കാക്കി ട്രൗസർ ഇട്ട് കബഡി കളിച്ച് നടക്കുന്ന RSSന്റെ ശാഖയിൽ പോകുന്ന ഈ ശാഖയിലെ RSSന്റെ ആളുകൾ ഒരാളുടെ പേര് പോലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തി വെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാ ഘട്ടത്തിലും അതിനെല്ലാം തള്ളിപ്പറയുകയും അവഹേളിക്കുകയും ആ സമരത്തിലേക്ക് പോകുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത അനുഭവം മാത്രമേ കാണാനുള്ളൂ. ആ RSS ദൗർഭാഗ്യവശാൽ ഇന്ന് രാജ്യത്തിന്റെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ചില ആളുകൾ ഇപ്പൊ പറയുന്നത് RSSന് തുടർച്ചയായി 3 തവണയും ഭരിക്കാൻ അവസരം കിട്ടി, ഇനി രക്ഷയൊന്നുമില്ല, ഇനി RSS തന്നെ ആയിരിക്കും എന്നാ. പക്ഷെ ഈ ലോകത്തിന്റെ ചരിത്രം അങ്ങനെയല്ല. ഇതിലേക്കാൾ വലിയ ഏകാധിപതികൾ ഇതുപോലെ ജനാധിപത്യത്തിന്റെ പഴുത് ഉപയോഗപ്പെടുത്തി തന്നെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഹിറ്റ്ലറും മുസോളിനിയുമെല്ലാം അങ്ങനെ അധികാരത്തിൽ വന്നവരായിരുന്നു. പക്ഷെ അങ്ങനെ അധികാരത്തിൽ വന്ന അവർക്കെല്ലാം ജനങ്ങളുടെ പോരാട്ടത്തിന് മുന്നിൽ അധികകാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. 10-12 വർഷം കഴിയുമ്പോൾ ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കേണ്ടി വന്നിട്ടുണ്ട്. നാട് വിട്ട് പോവേണ്ടി വന്നിട്ടുണ്ട്. ജനങ്ങൾ അധികാരം പിടിച്ചെടുത്ത ആവേശകരമായ അനുഭവം അവിടെയെല്ലാം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവിടെ ഇന്ത്യയിൽ എല്ലാ കാലത്തും നരേന്ദ്രമോദിയാണ്, ഇതിനപ്പുറത്തേക്ക് ആളില്ല എന്നൊന്നും കരുതേണ്ടതില്ല. 2014 പ്രിയപ്പെട്ടവരെ, സംഘപരിവാറിന് കേവല ഭൂരിപക്ഷമായിരുന്നു. 2019 കേവല ഭൂരിപക്ഷമായിരുന്നു. പക്ഷേ 2024 എത്തുമ്പോഴേക്കും RSSന് BJPക്ക് അടിപതറി. 400 സീറ്റ് വാങ്ങിയിട്ട് RSSന്റെ രൂപീകരണത്തിന്റെ 100 വർഷം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ഹിന്ദു രാജ്യമായി ഈ രാജ്യത്തെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു അവർ ആഘോഷത്തോടു കൂടി വിളിച്ചു പറഞ്ഞത്. അവർക്കത് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, 400 സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം കിട്ടിയ സീറ്റ് പോലും നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ബീഹാറിൽ നിതീഷ് കുമാറിന്റെ പിന്തുണ വേണം, ആന്ധ്രയിൽ നിന്ന് ചന്ദ്രബാബു നായിഡുവിന്റെ പിന്തുണ വേണം. പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയില്ലാതെ രാജ്യത്ത് അധികാരം നിലനിർത്താൻ കഴിയില്ല എന്ന രൂപത്തിലേക്ക് BJPക്ക് RSSന് തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. ഇനിയും അവർക്ക് പിന്നോട്ട് പോവേണ്ടി വരും. എല്ലാ കാലത്തും ബാബറി മസ്ജിദിന്റെ പേര് പറഞ്ഞ്, അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ്, ഇനിയും കുറെ പള്ളികൾ പൊളിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ബീഫിന്റെ പേരിൽ ആളുകളെ തമ്മിലെടുപ്പിച്ച് രാജ്യത്തിന്റെ ഭരണം നിർത്തിപ്പോവാൻ കഴിയില്ല. കാരണം ഈ രാജ്യത്തിലെ സാധാരണ തൊഴിലാളികൾ, ഈ രാജ്യത്തിലെ വിദ്യാർത്ഥികൾ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ എല്ലാവരും നരേന്ദ്രമോദിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ രാജ്യത്തെ ചെറുപ്പം ചോദിക്കുന്നത്, മോഡി ഞങ്ങളുടെ തൊഴിൽ എവിടെ എന്നാണ്. വെർ ഈസ് മൈ ജോബ് എന്ന ചോദ്യം ശക്തമായി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഐതിഹാസികമായ പണിമുടക്ക് സമരം ഈ രാജ്യത്ത് സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യയിലെ തൊഴിലാളികളുടെ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തൊഴിലാളികൾ സമരരംഗത്താണ്. വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ സർവകലാശാലകളിൽ നിന്നും കരുത്താർജിക്കുകയാണ്. കർഷക തൊഴിലാളികളുടെ സമരങ്ങൾ ഐതിഹാസികമായ മുന്നേറ്റം ഉണ്ടാവുന്നു. ആദിവാസികൾക്കിടയിൽ, ദളിതർക്കിടയിൽ, പിന്നോക്കക്കാർക്കിടയിൽ, സ്ത്രീകൾക്കിടയിൽ, അധ്യാപകർക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ, ചെറുപ്പക്കാർക്കിടയിൽ, തൊഴിലാളികൾക്കിടയിൽ കടുത്ത അസംതൃപ്തിയാണ് ഈ ഭരണത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് പോരാട്ടമല്ലാതെ മറ്റ് വഴികളില്ല ഇനി മുന്നോട്ട് പോവാൻ എന്ന കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഇന്ത്യയാകെ സമര ഇന്ത്യയായി മാറുന്ന ഏറ്റവും ആവേശകരമായ കാഴ്ചയാണ് ഇന്ത്യയിലുടനീളം സൂക്ഷ്മതയോടെ നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക.
RSS മൂന്നാമതും അധികാരത്തിൽ വന്നു, ഇനി വിട്ടുകൊടുക്കുക എന്ന അർത്ഥത്തിലല്ല. RSSന് സ്വാധീനമുള്ള പല സ്ഥലങ്ങളും മതനിരപേക്ഷ ചേരിയോടൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്ന അനുഭവം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരികയാണ്. അതുകൊണ്ട് ആത്യന്തികമായ വിജയം നമ്മുടേതായിരിക്കും. അതുകൊണ്ട് തൊഴിലാളികളെ, കർഷകരെ, കർഷക തൊഴിലാളികളെ, വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ, അവർക്കിടയിൽ വർഗീയപരമായ ആശയങ്ങൾ കുത്തിവെച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടന്റെ അതേ തന്ത്രം തന്നെ രാജ്യത്തിന്റെ 78 വർഷത്തെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ രാജ്യത്തിന്റെ ഭരണാധികാരികൾ നേരിട്ട് നടത്തുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ DYFI ഈ രാജ്യത്ത് ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. എതിർപ്പിന്റെ എല്ലാ സ്വരങ്ങളെയും ഇല്ലാതാക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ 2 മാസം മുന്നേ ഈ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സിനിമാ താരം മോഹൻലാൽ, ഏറ്റവും പ്രിയങ്കരനായ യുവതാരം പൃഥ്വിരാജ്, ആ മോഹൻലാലും പൃഥ്വിരാജുമെല്ലാം അഭിനയിച്ച എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കെതിരായി സംഘപരിവാർ നടത്തിയിട്ടുള്ള ഒരു നീക്കമായിരുന്നു. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ പഴയ ഗുജറാത്ത് കലാപത്തിന്റെ ചില ദൃശ്യങ്ങൾ കാണിച്ചു എന്നാണ് മോഹൻലാലിനെതിരായിട്ട്, പൃഥ്വിരാജിനെതിരായിട്ട് RSSനെ തിരിയാൻ പ്രേരിപ്പിച്ചത്. ചരിത്രത്തെ ഇവർക്ക് വലിയ ഭയമാണ്, ചരിത്രത്തെ വലിയ ഭയമാണ്. പക്ഷെ ചരിത്രം ഏറ്റവും വലിയ സമരായുധമായി ജനങ്ങളെ മുന്നോട്ട് നയിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾ എത്ര കാലം മൂടി വെച്ചാലും ബൾക്കീസ് ബാനു എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ചരിത്രം, ആ സഹോദരിയുടെ ചരിത്രം ഈ നാട്ടിലെ കുട്ടികൾ പഠിക്കും. സ്വന്തം മുന്നിലിട്ട് പ്രിയപ്പെട്ട മകളെ ബലാത്സംഗം ചെയ്യുന്ന നോക്കി നിൽക്കേണ്ടി വന്ന ഒരു അമ്മ, ഒരു മാതാവ്, ഗർഭിണിയായിട്ടുള്ള ആ മാതാവിനെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നു, കുടുംബാംഗങ്ങളെ ചുട്ടുകൊല്ലുന്നു. അതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി വരെ നടന്നതും ആ സുപ്രീം കോടതി ശിക്ഷിച്ച പ്രതികളെ ഗുജറാത്തിലെ BJP സർക്കാർ ഇറക്കിവിട്ടതും, ആ ഇറക്കിവിട്ടതിനെതിരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സമുന്നതനായ നേതാവ് സുപ്രീം കോടതിയിൽ പോയതും ഒടുവിൽ സുപ്രീം കോടതി ഗുജറാത്ത് സർക്കാരിനോട് പറഞ്ഞു എല്ലാത്തിനെയും പിടിച്ച് ജയിലിട്ട് കൊള്ളണം. ഇതെല്ലാം ഈ നാടിന്റെ ചരിത്രമാണ്. ബജ്രംഗി എന്ന് പറയുന്ന എമ്പുരാൻ സിനിമയിലെ നായക കഥാപാത്രത്തെ നമുക്ക് മറക്കാൻ വേണ്ടി കഴിയില്ല. മുന്ന എന്ന് പറയുന്ന കഥാപാത്രം മറക്കാൻ വേണ്ടി കഴിയില്ല. ബജ്രംഗിമാർക്കും മുന്നമാർക്കും ഈ മതനിരപേക്ഷ കേരളത്തിലും മതനിരപേക്ഷ ഇന്ത്യയിലും സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിക്കേണ്ട സന്ദർഭമാണ്. എതിർപ്പുമായി വരുന്ന ആളുകളെ കൊലപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാരം പറയുന്നത് എതിർത്താൽ ഇതായിരിക്കും സ്ഥിതി എന്നാണ്. ഗൗരി ലങ്കേഷിനെ കൊന്നു, കലബുർഗിയെ കൊന്നു, ധബോൽക്കറെ കൊന്നു. പാവപ്പെട്ട ആളുകൾക്കിടയിൽ, അവശത അനുഭവിക്കുന്ന ആളുകൾക്കിടയിൽ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്ത ഫാദർ സ്റ്റാൻ സ്വാമിയെ അതിനിഷ്ഠൂരമായി ജയിലിട്ട് കൊലപ്പെടുത്തിയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഭരണകൂടം നേരിട്ട് ഇടപെട്ട് ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന ജനാധിപത്യപരമായ എല്ലാ വിയോജിപ്പുകളെയും ഇല്ലാതാക്കുകയാണ്. ഇപ്പൊ സ്വാതന്ത്ര്യം ഇത്രമാത്രം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ മാധ്യമ സ്വാതന്ത്ര്യമുള്ള രാജ്യമായി ഈ രാജ്യം മാറി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള രാജ്യമായി ഈ രാജ്യം മാറി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്ന ആളുകൾ ഉള്ള രാജ്യമായി ഈ രാജ്യം മാറി. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പാർപ്പിടമില്ലാത്ത നാടായി ഈ രാജ്യം മാറി. ലോക ജനതയ്ക്ക് മുന്നിൽ ഈ രാജ്യം നാണക്കേട് കൊണ്ട് തലകുനിച്ച് നിൽക്കേണ്ട ഒരു സന്ദർഭമാണ്. നാണക്കേടാണ്. ആരാണ് ഇവിടെ തളച്ച് വളരുന്നത്? അദാനി വളരുന്നുണ്ട്, അംബാനി വളരുന്നുണ്ട്, വൻകിട കുത്തക കോർപ്പറേറ്റുകൾക്കെല്ലാം വേണ്ടതുപോലെ എല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ ഈ സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നെല്ലാം ആവേശത്തോടുകൂടി അഭിമാനത്തോടുകൂടി നമ്മൾ പറയുമ്പോഴും രാജ്യത്തിലെ സാധാരണക്കാരന്റെ ജീവിതം അങ്ങേയറ്റം അപകടകരമായ നിലയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യത്തിൽ ദുഃഖത്തോടുകൂടി നമുക്ക് പങ്കുവെക്കാനുള്ളത്. എന്താണ് പോംവഴി എന്ന ചോദ്യത്തിന് സമരമല്ലാതെ, പോരാട്ടമല്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ മുമ്പിലില്ല. ആ പോരാട്ടം ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിയിട്ടുള്ള ഐതിഹാസികമായ പോരാട്ടത്തിന്റെ ഉജ്ജ്വലമായ ചരിത്രത്തെ പിൻപറ്റിക്കൊണ്ട് നമുക്ക് വീണ്ടും തുടരേണ്ടതുണ്ട്. ആ പോരാട്ടത്തിന് ശക്തമായ ആശയവും
ആ പോരാട്ടത്തിൽ ശക്തമായ നേതൃത്വവും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്നു എന്നതുകൊണ്ടാണ് കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളമാകെ കുഴപ്പക്കാരുടെ കേന്ദ്രമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം നീക്കങ്ങളാണ്! കേരളത്തെ ആകെ മോശപ്പെടുത്താൻ വേണ്ടി ഒരു പ്രത്യേക സിനിമ തന്നെ BJP സഹായത്തോടു കൂടി നിർമ്മിച്ചിരിക്കുന്നു. കേരള സ്റ്റോറി എന്നാണ് ആ സിനിമയുടെ പേര്. ആ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നത് കേരളത്തിൽ സ്വതന്ത്രമായി ആർക്കും നടക്കാൻ കഴിയില്ല. കേരളത്തിലെ ഹിന്ദു പെൺകുട്ടികൾക്ക് റോഡിൽ കൂടി നടക്കാൻ കഴിയില്ല. മുസ്ലിം ചെറുപ്പക്കാർ വന്ന് തട്ടിക്കൊണ്ടുപോകും. അങ്ങനെ തട്ടിക്കൊണ്ടുപോയി ഏതാണ്ട് 10-60,000-ൽ കൂടുതൽ ആളുകളെ അങ്ങ് സിറിയയിൽ കൊണ്ടുപോയിട്ട് IS-ന്റെ ക്യാമ്പിൽ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് ആ സിനിമ പറയുന്നത്. എൻ്റെ ഒരു അടുത്ത ബന്ധു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു കോളേജിൽ പഠിക്കുകയാണ്. അപ്പൊ ആ സഹോദരി അടുത്ത കാലത്ത് നാട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ, ഞാൻ കേരളത്തിലാണ് എന്ന് പറയുമ്പോൾ അവരെല്ലാം എന്നെ ഒരു അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. വളരെ ദയനീയമായിട്ടാണ് എന്നെ നോക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ? അപ്പൊ അവര് ചോദിക്കുകയാണ് പോലും, എങ്ങനെയാണ് നീ കേരളത്തിൽ ജീവിക്കുന്നത്? അവരുടെ സഹപ്രവർത്തകരെല്ലാം കരുതുന്നത് ഈ കേരള സ്റ്റോറിയിലെല്ലാം പറഞ്ഞിരിക്കുന്നത് പോലെ ഇവിടെ ലവ് ജിഹാദും ആളുകളെ തട്ടിക്കൊണ്ടുപോയിട്ട് അങ്ങ് സിറിയയിലേക്ക് കടത്തലും മുസ്ലിം തീവ്രവാദത്തിന്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് ഈ നാടാകെ അധപ്പതിച്ച് ജീവിക്കാൻ കൊള്ളാത്തൊരു നാടായിട്ട് മാറിയിരിക്കുന്നു എന്ന പ്രൊപ്പഗണ്ടയാണ് കേരളത്തിന് പുറത്ത് കേരളത്തെ കുറിച്ച് സൃഷ്ടിക്കുന്നത്. ഒരു ഭാഗത്ത് അങ്ങനെയുള്ള ഒരു പ്രൊപ്പഗണ്ട സൃഷ്ടിച്ചിട്ട് കേരളത്തെ മോശപ്പെടുത്തുക, മറുഭാഗത്ത് കേരളത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മുഴുവൻ തടഞ്ഞു വെച്ചിട്ട് കേരളത്തെ സാമ്പത്തികമായി ഞെരിച്ച് ഇല്ലാതാക്കുന്ന നീക്കം ഒരു ഭാഗത്ത്. നമ്മൾ കണ്ടതാണല്ലോ, വയനാടിൽ ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ആ ദുരന്തഭൂമി സന്ദർശിക്കുകയാണ്. അങ്ങനെ സന്ദർശിച്ചിട്ട് ആ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ജനതയോട് എല്ലാം ഞാൻ ശരിയാക്കാം എന്ന് പറഞ്ഞ് വിമാനം കയറിപ്പോയ ആൾ എന്തെങ്കിലും ശരിയാക്കിയോ? എന്തെങ്കിലും ശരിയാക്കിയോ? അവിടെ കളിപ്പാട്ടം നഷ്ടപ്പെട്ട ഒരു കുട്ടിക്ക് ഒരു കളിപ്പാട്ടം വാങ്ങേണ്ട കാശ് പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ വന്നിട്ട് കേന്ദ്ര സഹായമായി കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. നരേന്ദ്രമോദിയുടെ തറവാട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ട കാശാണോ? എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിന്റെ വിഹിതമാണ്. ഈ കേരളത്തിന് അർഹതപ്പെട്ട നികുതി പണം കൊടുക്കുന്നില്ല. ദുരന്തബാധിത പ്രദേശങ്ങളിൽ വിതരണം ചെയ്യേണ്ട കാശ് വിതരണം ചെയ്യുന്നില്ല. എല്ലാം കേരളത്തോടുള്ള രാഷ്ട്രീയ വിരോധം കൊണ്ട് തടഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുക. അങ്ങനെയെല്ലാം തടഞ്ഞു വെച്ച് അങ്ങനെയെല്ലാം കള്ളപ്രചരണം നടത്തി കേരളത്തെ തകർക്കാനുള്ള നീക്കം ശക്തമായി നടത്തുമ്പോഴും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കേരളം ലോകത്തിന് മാതൃകയായി ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനതിൽ നിന്ന് വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, കേരളം മോശപ്പെട്ട നാടാണ് എന്ന് പറയുന്ന ആളുകൾ, നിങ്ങൾ കേരളത്തെ ഉത്തർപ്രദേശുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് നീതി ആയോഗിന്റെ റിപ്പോർട്ടുകൾ പരിശോധിക്കണം. കേരളത്തെ ബീഹാറുമായി താരതമ്യപ്പെടുത്തണം. കേരളത്തെ മധ്യപ്രദേശുമായി താരതമ്യപ്പെടുത്തണം. കേരളത്തെ മഹാരാഷ്ട്രയുമായി താരതമ്യപ്പെടുത്തണം. കേരളത്തെ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനവുമായി താരതമ്യപ്പെടുത്തിയാലും ഔദ്യോഗികമായും അനൌദ്യോഗികമായും മാധ്യമ മേഖലയിലെ ആളുകളുടെ താരതമ്യപ്പെടുത്തലായി കഴിഞ്ഞാലും കേരളം എല്ലാത്തിലും ഒന്നാമതായി നിൽക്കുന്നു എന്നത് അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. 7 ലക്ഷം ആളുകൾക്ക് വീട് കൊടുത്ത, 7 ലക്ഷം വീടില്ലാത്ത ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്ത ഏത് സംസ്ഥാനമുണ്ട് ഈ രാജ്യത്ത് എന്ന ചോദ്യത്തിന് അല്പം വെല്ലുവിളിയോടുകൂടി തന്നെ നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ 7 ലക്ഷം പോട്ടെ 70,000 കൊടുത്തിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് ഒരു വീടെടുക്കാൻ വേണ്ടി കൊടുക്കുന്ന സഹായം എത്രയാണ്? കേവലം 70,000 74,000 രൂപയാണ്. കേന്ദ്ര ഗവൺമെന്റ് പെൻഷൻ ഇനത്തിൽ കൊടുക്കുന്ന വിഹിതം എത്രയാണ്? 200 രൂപയാണ്. ചില പെൻഷൻ 100 രൂപയാണ്. ഇവിടെ 1,600 മേലെ പെൻഷൻ കൊടുക്കുന്നു. ഇവിടെ 7 ലക്ഷം ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു. സ്കൂളുകൾക്ക് കെട്ടിടമുണ്ടാക്കി കൊടുക്കുന്നു. ആശുപത്രികളിൽ മെച്ചപ്പെട്ട സൗകര്യം ഉണ്ടാക്കുന്നു. എല്ലാ റോഡുകളും മെക്കാടമായി മാറുന്നു. എല്ലാ പാലങ്ങളും പുനർ നിർമ്മാണം നടത്തിക്കുന്നു. പുതിയ പാലങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് വേണ്ട എല്ലാ മേഖലയിലും സമഗ്രമായ മാറ്റങ്ങൾ. ആ മാറ്റങ്ങളെല്ലാം ശക്തമായി കേരളത്തിൽ നടപ്പാക്കുമ്പോൾ കേരളം
മതനിരപേക്ഷ ചേരിക്കൊപ്പം നിൽക്കുന്നു. കേരളം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പിൻപറ്റി ശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ വികാരം ഉയർത്തിപ്പിടിക്കുന്നു. കേരളം RSSനെതിരായി നിലപാട് സ്വീകരിക്കുന്നു എന്ന കുറ്റം ചുമത്തിക്കൊണ്ട് കേരളത്തെ തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമവും കേരളത്തിൽ ശക്തിപ്പെടുന്നു എന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് മുമ്പുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും പോരാട്ടമല്ലാതെ സമരമല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേറെ വഴികളില്ല. RSS മതം പറഞ്ഞും ജാതി പറഞ്ഞുമെല്ലാം നമ്മുടെ നാട്ടിൽ കുറച്ച് ആളുകളെല്ലാം കൂട്ടിയിട്ടുണ്ട്. അവരൊന്നും നാളെ RSSൽ നിൽക്കുന്നവരല്ല. മലയാളപ്പുഴയിൽ RSSന്റെ ഭാഗമായി നിൽക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളിക്ക് RSS ആയി തുടരാൻ കഴിയുമോ? പ്രാദേശികമായ എന്തെങ്കിലും പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തി അത്രമാത്രം ആലോചിക്കാത്തതിന്റെ എല്ലാം ഭാഗമായിട്ട് RSSന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ, അവർക്കൊന്നും അധികകാലം അവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം അവരും ഈ നാട്ടിലെ RSSന് പുറത്തുള്ള തൊഴിലാളിയും അനുഭവിക്കുന്ന പ്രശ്നം ഒന്നാണ്. RSS ആയതുകൊണ്ട് തേങ്ങയുടെ വില കുറച്ചവർ കിട്ടില്ല. RSSൽ ചേർന്നു എന്നതുകൊണ്ട് പെട്രോൾ പമ്പ് അടിക്കാൻ പോയാൽ, പെട്രോൾ പമ്പിലേക്ക് പോയാൽ പെട്രോളിന്റെ വില കുറച്ച് കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഒരു ആനുകൂല്യവും അവർ കിട്ടാൻ വേണ്ടി പോകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വർഗവിഹിതമായ സമൂഹമാണ്. ആ വർഗവിഹിതമായ സമൂഹത്തിൽ വർഗ സമരത്തിൽ കൂടിയല്ലാതെ ഈ ലോകത്ത് മാറ്റമുണ്ടാവില്ല. അപ്പൊ അധ്വാനിക്കുന്നവരും തൊഴിലാളികളും യുവാക്കളും വിദ്യാർത്ഥികളും ജീവനക്കാരുമെല്ലാം ഒറ്റക്കെട്ടായി സമരരംഗത്തേക്ക് പോകുമ്പോ ആ സമരരംഗത്തേക്ക് കുതിച്ച് ഉയരുന്ന ജനത്തെ ഭിന്നിപ്പിക്കാൻ, ആ സമരത്തെ ദുർബലപ്പെടുത്താൻ സംഘപരിവാരം വർഗീയ അജണ്ടകളുമായിട്ട് വരും. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ നിന്നെല്ലാം കുറെ ആളുകളെ അപ്പുറത്തെ ചേരിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആത്യന്തികമായ സമരം ശക്തിപ്പെടുന്ന സന്ദർഭത്തിൽ അവർക്കൊന്നും അവിടെ നിൽക്കാൻ വേണ്ടി കഴിയില്ല എന്ന യാഥാർത്ഥ്യമാണ് ലോകത്തിന്റെ ആ ചരിത്രം നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയുക. അവിടെ എന്തെങ്കിലും തരത്തിൽ നിരാശപ്പെട്ട് പോവേണ്ട ഒരു സന്ദർഭമല്ല. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ DYFI ഉൾപ്പെടെ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഈ നാടിന്റെ ആകെ ആശയമാക്കി മാറ്റാനും അതുവഴി നമുക്കെല്ലാം ജീവിക്കാൻ സാധ്യമാവുന്ന, ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സമത്വത്തോടെ ജീവിക്കാൻ സാധ്യമാവുന്ന ഒരു മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയാണ് നമുക്ക് ആവശ്യം. അതിന് ആദ്യം വേണ്ടത് ചെറുപ്പക്കാരുടെ തൊഴിലാണ്. കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തൊഴിൽ കൊടുക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. 3 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുത്ത മറ്റേത് ഗവൺമെന്റ് ഉണ്ട് ഈ കേരളത്തിൽ എന്ന ചോദ്യത്തിന് അത് സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ എന്ന് അഭിമാനത്തോടു കൂടി തന്നെ ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയും. ഇത് AKG സെന്ററിന് കൊടുക്കുന്ന രേഖയെ അടിസ്ഥാനപ്പെടുത്തി പ്രഖ്യാപിക്കുന്നതല്ല. രാജ്യത്തെ തൊഴിലുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിടുന്നത് UPSC ആണ്. നിയമനത്തിന്റെ കണക്കുകൾ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളുടെ കണക്കുകൾ സമീപ മാസത്ത് പുറത്തുവിട്ടു. ഇന്ത്യയിൽ 100 ആളുകൾക്ക് ജോലി ലഭിക്കുമ്പോ കേവലം 2.8% മാത്രം ജനസംഖ്യയുള്ള ഈ കേരളത്തിൽ 60 പേർ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാജ്യത്തെ 100 ആളുകൾക്ക് PSC വഴി തൊഴിൽ കിട്ടുമ്പോ അതിൽ 60 പേരും ഈ കേരളത്തിലെ PSC വഴിയാണ് തൊഴിൽ നേടുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്നില്ല പലർക്കും. പക്ഷേ UPSC പുറത്തുവിട്ട കണക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. 3 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുത്തിട്ട് കേരളത്തിന്റെ തൊഴിലില്ലായ്മ പരിഹരിച്ചു എന്ന ഒരു വ്യാമോഹവും ഒരു പ്രഖ്യാപനവും ഞങ്ങൾ നടത്തുന്നില്ല. കേരളത്തിൽ തൊഴിലില്ലായ്മയുണ്ട്. ആ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി, കേരളത്തിലേക്ക് കൂടുതൽ വ്യവസായങ്ങൾ ആകർഷിച്ച്, കേരളം ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരു ഹബ്ബാക്കി മാറ്റി, കേരളം IT വ്യവസായത്തിന് ഒരു ഹബ്ബാക്കി മാറ്റി, കേരളത്തിൽ അഭ്യസ്തവിദ്യരായ മുഴുവൻ ആളുകൾക്കും തൊഴിലെടുത്ത് കേരളത്തിൽ തന്നെ ജീവിക്കാൻ സാധ്യമാവുന്ന ഒരു അന്തരീക്ഷം ഒരുക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് സമഗ്രമായ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. അതാണ് വിജ്ഞാന കേരളം. ആ വിജ്ഞാന കേരളം പദ്ധതി ഫലപ്രദമായി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സിൽവർ ലൈൻ കൊണ്ടുവരും. അപ്പൊ സിൽവർ ലൈനിന്റെ കുറ്റിവരിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസുകാർ ഇറങ്ങി പുറപ്പെടുന്നു. സിൽവർ ലൈനിന്റെ കുറ്റിവരിക്കാൻ RSS കാക്കി ട്രൗസർ ഇറങ്ങുന്നു. സിൽവർ ലൈന് അനുവാദം കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് BJP ഇടപെടുന്നു. BJPയും RSSും യുവമോർച്ചയും ഈ UDFിലെ കക്ഷികളുമെല്ലാം ചേർന്ന് കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ്. പരിസ്ഥിതിയുള്ള സ്നേഹം കൊണ്ടല്ല. കാരണം കേരളത്തിന് പുറത്ത് ഇതെല്ലാം ആവാം, രാജ്യത്തിന് പുറത്ത് ഇതെല്ലാം ആവാം. കേരളത്തിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടേ പറ്റൂ.
അതുകൊണ്ട് സിൽവർ ലൈനും ദേശീയപാതാ വികസനവും കേരളം ഇന്നും മുന്നോട്ട് വെക്കുന്ന മറ്റ് അനേകം വികസന പദ്ധതികളും യാഥാർത്ഥ്യമായിട്ടില്ലെങ്കിൽ കേരളത്തിലെ ചെറുപ്പക്കാർ തൊഴിലവസരങ്ങൾ ഇനിയും താഴോട്ട് പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് കേരളത്തെ ആകെ മാറ്റിപ്പണിയാൻ വേണ്ടി വിജ്ഞാന കേരളം പദ്ധതി ഉൾപ്പെടെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഫലപ്രദമായ നിലയിൽ യുവാക്കളെ ഉൾപ്പെടെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്ന സന്ദർഭത്തിൽ ആ സംസ്ഥാന ഗവൺമെന്റിനെ നിലനിർത്താനും സംരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വവും ഈ നാട്ടിലെ സമരയൗവനത്തിലുണ്ട് എന്നത് കൃത്യമായും ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തിയാൽ അതിന് പകരം കടന്നു വരുന്നത് മതരാഷ്ട്രീയമാണ്. ആ മതരാഷ്ട്രീയത്തെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പൊ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി, കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും വെള്ളപൂശുന്ന വി.ഡി. സതീശനെ പോലെയുള്ള നേതാക്കൾ ഈ നാടിന് അപകടമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ MLA കേരളത്തിന് നിയമസഭയിൽ ഉണ്ടാവണമോ എന്ന ചോദ്യം ഉയരും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ ദേശപ്രച്ഛന്നരായ ആളുകൾ കേരളത്തിന്റെ നിയമസഭയിലേക്ക് കടന്നു പോവേണ്ടതുണ്ടോ? അവർ കടന്നു വന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ മതി എന്നാണ് വി.ഡി. സതീശനും ഈ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രഖ്യാപിക്കുന്നത്. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ RSSനെ ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് എന്ന ആഗോള ഭീകരവാദ പ്രസ്ഥാനവുമായിട്ടാണ് പലപ്പോഴും ഊമിക്കാറ്. ആഗോള ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡിന്റെ സഹോദരന്മാരാണ് ഈ രാജ്യത്തെ RSS എന്ന് പ്രസംഗിച്ച അതേ രാഹുൽ ഗാന്ധിയുടെ അനുയായി കേരളത്തിലെ വി.ഡി. സതീശൻ മുസ്ലിം ബ്രദർഹുഡിന്റെ കേരളത്തിലെ ശാഖ, കേരളത്തിലെ അവരുടെ അനുയായികൾ, അവരാണ് പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രധാനപ്പെട്ട ആളുകൾ. മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കളുടെ ഫോട്ടോയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രകടനത്തിന് മുൻനിരയിൽ പിടിക്കുന്നത്. അപ്പൊ ആഗോള ഭീകരവാദ പ്രസ്ഥാനത്തിന് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ചുവപ്പ് പരവതാനി വിരിച്ച് അവർക്ക് MLA സ്ഥാനവും പഞ്ചായത്തിൽ മെമ്പർ സ്ഥാനവും മറ്റ് അധികാര കേന്ദ്രങ്ങളിലേക്കെല്ലാം അവരെ കൊണ്ടുവരുന്നു എന്നുള്ളത് വർത്തമാനകാല കേരളം ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരേ സമയത്ത് ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തെ എതിർക്കുന്നു, ഒരേ സമയത്ത് ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനവും ഹിന്ദുത്വ ഭീകരവാദ പ്രസ്ഥാനം RSSഉം പരസ്പര സഹായ സംഘടനകൾ തന്നെയാണ് എന്ന പ്രഖ്യാപനം ഞങ്ങൾ നടത്തുന്നു. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. അതുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയം എങ്ങനെയാണോ നമ്മുടെ നാടിനെ ഭിന്നിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമെല്ലാം മുന്നോട്ട് വെക്കുന്ന ഈ അപകടകരമായ ഇസ്ലാമിക രാഷ്ട്രീയം, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ആശയം നമ്മുടെ നാടിനെ ഒട്ടും ഗുണം ചെയ്യുന്ന ഒന്നല്ല. ഈ രണ്ട് വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടവും ഈ വർത്തമാനകാല കേരളം കക്ഷി രാഷ്ട്രീയതീതമായി ഏറ്റെടുക്കേണ്ട സമരമാണ്, പോരാട്ടമാണ്, ആശയപ്രചരണമാണ് എന്നുകൂടി നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും പല വിധത്തിലുള്ള ഗൗരവമായിട്ടുള്ള വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെല്ലാം കേവലം കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടോ കേവലം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടോ കണ്ടുപോവാൻ നമുക്ക് കഴിയില്ല. ആ വെല്ലുവിളികളെയെല്ലാം നമ്മൾ വളരെ ആഴത്തിൽ ഒരു രാഷ്ട്രീയ പ്രശ്നമായി കണ്ട്, ഈ നാടിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായി കണ്ട്, ഈ നാടിന്റെ സ്വാതന്ത്ര്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന ചോദ്യം ഉയർന്ന ഘട്ടത്തിൽ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആ പോരാട്ടം ശക്തിപ്പെടുത്താൻ ആവശ്യമായി കണ്ട് പൊരുതുക എന്നല്ലാതെ മറ്റൊന്നും ഈ സന്ദർഭത്തിൽ പറയാനില്ല. അതുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അതിന് 78 വർഷം പൂർത്തിയാവുന്ന സന്ദർഭത്തിൽ DYFI ഈ രാജ്യത്തെ ചെറുപ്പക്കാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലിനു വേണ്ടി, മതനിരപേക്ഷ ഇന്ത്യക്ക് വേണ്ടി കൂടുതൽ ശക്തമായ പോരാട്ടമാണ് ഏറ്റെടുക്കുന്നത്. രാജ്യവ്യാപകമായ പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്താൻ ഡൽഹിയിൽ കഴിഞ്ഞ മാസം ഞങ്ങൾ അഖിലേന്ത്യാ കൺവെൻഷൻ ചേരുകയുണ്ടായി. രാജ്യത്തുടനീളം ഈ ആഗസ്റ്റ് 15 മുതൽ നീണ്ടു നിൽക്കുന്ന ഐതിഹാസികമായ പോരാട്ടങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് തീരുമാനിച്ചുള്ളത്. ആ തീരുമാനത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ആഗസ്റ്റ് 15-ാം തീയതി ലക്ഷക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരസംഗമങ്ങൾ സംഘടിപ്പിച്ചത്. ഈ സമരസംഗമത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാം തുടർന്നുള്ള പോരാട്ടങ്ങളിൽ പങ്കാളികളാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും DYFI കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.